നീ മണവാളൻ്റെ അടുത്തേക്ക് പോകണം. മണവാളൻ മണവാട്ടിയെ കണ്ടുമുട്ടുന്നത് പോലെയാണ് നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു വ്യക്തി ഒരു പള്ളിയിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് വലിയ മരുഭൂമിയിലെ പിതാക്കന്മാർ പറയുന്നത് മണവാളനെ കാണാൻ മണവാട്ടി മണിയറയിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ്. നീ പ്രവേശിക്കണ്ട, നീ ചുറ്റുവട്ടത്തിൽ കൂടെ നീ പരക്കം പാഞ്ഞ് നടക്കാൻ നീണ്ട പാള പോലുള്ള മൊബൈലുമായിട്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മണവാളനെ കാണാൻ മണവാട്ടി പോകുന്നത് പോലെയാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത്. അവരവിടെ ഇരുന്ന് ദീർഘനേരം സംഭാഷിക്കും, ചിലപ്പോൾ മിണ്ടാതിരിക്കും, ചിലപ്പോൾ വലിയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭാഷിക്കും. സ്നേഹം പകരും, സ്നേഹം പങ്കുവെക്കും, ദുഃഖങ്ങൾ പകരും, ദുഃഖങ്ങൾ പങ്കുവെക്കും, മനോവിഷമങ്ങൾ, മനസ്സിൻ്റെ അലയടികളെല്ലാം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു മണവാളനെ കാണാൻ മണവാട്ടി, അത് വി ആർ കോൾഡ്. അങ്ങനെ ഒരു എലിവേറ്റർ, നല്ലൊരു വിളി, അതാണ് ഓരോ വിശ്വാസിക്കുള്ളത്. ഇനി യേശുവിനെ അറിയുന്ന വിശ്വാസി അല്ലെങ്കിൽ പോലും, നിങ്ങളിപ്പോൾ ഈ സരോജിനി ഇങ്ങനെ മാമൂസം ഒന്നുമില്ല. സരോജിനി പക്ഷേ മണവാളനെ കണ്ട മണവാട്ടിയെ പോലെയാണ് ആത്മാവിൻ്റെ സ്ഥിതി. അതുകൊണ്ടൊരു വികാരമുണ്ട് നമുക്ക്. യേശുവിനെ കുറിച്ച് ഒരു വികാരമില്ല, ഒരു വികാരമില്ല. മണവാട്ടിയാണെങ്കിൽ മണവാളിനെ കുറിച്ചൊരു വികാരം ഉണ്ടാവും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വികാരമൊക്കെ ഉണ്ടാണെങ്കിൽ ഇത് നിങ്ങൾ എന്താണ് കുറേ ചെറുപ്പത്തിൽ മാത്രമേ വികാരം ഉണ്ടാവുള്ളൂ, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ നമ്മളെ ഒരു അച്ഛൻ പറഞ്ഞൊരു സംഭവം ഓർമ്മിക്കുകയാണ്. അച്ഛൻ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് ധ്യാനത്തിൻ്റെ സമാപനത്തിൽ ഒരു പ്രായമുള്ള 2 ദമ്പതികൾ വന്ന് അങ്ങനെ അവർ ഡൈവേഴ്സിനുള്ള പരിപാടിയായിട്ട് പോവുകയാണ്. 10-70 വയസ്സെങ്കിലും പ്രായം കാണുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 2 പേരും കൂടെ അച്ഛനോട് ഒന്ന് സംസാരിക്കുകയാണ്. ഉടനെ ഈ ഭാര്യയാണ് ഡിവോഴ്സിന്, ഈ ചേടത്തിയാണ്, 10-70 വയസ്സുണ്ട്, 70-75 വയസ്സൊക്കെ കാണുമായിരിക്കും. ഈ ചേടത്തിയാണ് ഡിവോഴ്സിനുള്ള നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഉടനെ ചേടത്തി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഓരോരുത്തരോട് സംസാരിച്ചിട്ട് ഒന്നിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേടത്തിയോട് ആദ്യം സംസാരിച്ചു. ചേടത്തി എന്തിനാ പോണത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഇന്ന് വരെ എന്നെ എൻ്റെ അപ്പനെ കാണാൻ വേണ്ടി വിട്ടിട്ടില്ല, എൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി വിട്ടിട്ടില്ല, എൻ്റെ ആങ്ങളേനെ കാണാൻ വേണ്ടി വിട്ടിട്ടില്ല. ഈ മനുഷ്യൻ എനിക്ക് ഒരു സ്വാതന്ത്ര്യവും തരികയല്ല. ഞാനൊരു അടിമയെ പോലെ ഇവിടെ കിടക്കുക, ഞാനൊരു അടിമേനെ പോലെ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 40 കഴിഞ്ഞു, 40-50 വർഷം കഴിഞ്ഞു. ഇനി എന്നെക്കൊണ്ട് പറ്റിയല്ല. എൻ്റെ അപ്പൻ രോഗിയായിരുന്നപ്പോൾ എൻ്റെ അപ്പനെ കാണാൻ വേണ്ടി പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ എൻ്റെ അപ്പൻ മരിച്ചുപോയി. എൻ്റെ അമ്മ രോഗിയായി കിടന്നപ്പോൾ അവിടെ പോയി ഒരാഴ്ച നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കെട്ടിയവൻ എന്നെ വിട്ടില്ല. എൻ്റെ അമ്മയെ മരിച്ചുപോയി. എൻ്റെ ആങ്ങളെ ഇപ്പോൾ രോഗിയെ കിടക്കുകയാണ്, അതിനെ കാണാൻ വേണ്ടി പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ വിട്ടില്ല. അതുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റും, ഞാൻ തീരുമാനം എടുത്തച്ചോ എന്ന് പറഞ്ഞു. വിവാഹമോചനം ചെയ്യാൻ തീരുമാനിച്ചു. ഞാനൊരു അടിമയെ പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകാൻ സ്വാതന്ത്ര്യമില്ല. ഇനി ഒരു കോംപ്രമൈസ് ഇല്ലെന്ന് പറഞ്ഞ അമ്മച്ചി നിൽക്കുകയാണ്. ഉടനെ ശരി, ന്യായമായ കാര്യമാണ്, അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പച്ചനെ വിളിച്ചു. അപ്പച്ചനും ഉണ്ട് 10-75 വയസ്സ്. അപ്പച്ചനോട് ചോദിച്ചു, ഇല്ല ചേട്ടാ എന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛോ എന്താ ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കണു. അല്ല, ചേട്ടത്തിക്ക് വിവാഹമോചനം വേണം. അത് കുറച്ച് നാളായിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചേട്ടത്തിയുടെ വിഷയം എന്താ? ചേട്ടത്തിനെ എങ്ങനെയൊക്കെ ഒന്ന് വിട്ടുകൂടെ? അപ്പോൾ ആങ്ങളയുടെ അടുത്തൊക്കെ പോയി ഒരാഴ്ച നിന്ന് വന്നാൽ ചേട്ടനെല്ലാം ഗുണം, മനസ്സൊക്കെ റിലാക്സ്ഡായി തിരിച്ച് വന്നത് സന്തോഷമാവില്ലേ? അല്ലെങ്കിൽ പിന്നെ അപ്പച്ചന് ഒരു അസുഖമായിരുന്നപ്പോൾ അതിനെ വിട്ടാൽ നല്ലത് കാര്യമല്ലായിരുന്നോ? തിരിച്ചു വരുമ്പോൾ ചേട്ടൻ്റെ തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് വിട്ടുകൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ അപ്പച്ചൻ പറഞ്ഞത്, എൻ്റെ അച്ഛനറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇവളങ്ങനെ പോയി കഴിഞ്ഞാൽ ഉടനെ പിന്നെ അവിടുത്തെ ഉള്ള വീടുകൾ ആങ്ങളായിട്ട് വീട്ടിൽ പോകണം, കുഞ്ഞാങ്ങളായിട്ട് വീട്ടിൽ പോകണം, വലിയ ആങ്ങളായിട്ട് വീട്ടിൽ പോകണം. അങ്ങനെ ഒരു 10-15 ദിവസം കഴിഞ്ഞ് എല്ലാവരെയും ചുറ്റിക്കറങ്ങി കണ്ടിട്ടൊക്കെ ഇവള് വരുള്ളൂ. അപ്പോഴേക്കും ഞാൻ ചത്തുപോച്ചു എന്ന് പറഞ്ഞു.
അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ അങ്ങനെ ചാകേണ്ട കാര്യം എന്താ? അപ്പോൾ പോയിട്ട് വരട്ടെ, എന്താ കുഴപ്പം? അപ്പോൾ പറഞ്ഞു, അച്ഛനറിയാവോ, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ എനിക്ക് പിന്നെ വേറൊരാളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. എനിക്ക് ഇവള് ഭക്ഷണം വെച്ച് തന്നാലില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. എനിക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ല. ഇവളൊരു ഗ്ലാസ് വെള്ളം തന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റിയല്ല. ഇവൾക്കത് അറിയാൻ പാടില്ല. അപ്പോൾ ഈ ചേട്ടൻ ചോദിച്ചു, അച്ഛൻ ചേട്ടനോട് ചോദിച്ചു, എന്നാൽ പിന്നെ ഇതങ്ങ് പറഞ്ഞാൽ പോരാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, പെണ്ണുങ്ങളോട് അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ട് ഞാൻ ഇതുവരെ മിണ്ടിയിട്ടില്ല. 76 വയസ്സായി, ഇതുവരെ ഞാൻ മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എനിക്ക് അത്ര അവളെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അവളോട് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ ഐ ലവ് യു എന്നോ അല്ലെങ്കിൽ മുത്തേന്നോ കരളേന്നൊന്നും മിണ്ടിയിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ വളരെ സീരിയസ് ആയിട്ട് നിൽക്കും. അവളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ, ഞാൻ ചത്തുപോകുമെന്ന് പറഞ്ഞു. വൈകുന്നേരം വരെയൊക്കെ പിടിച്ചു നോക്കും. 2 ദിവസം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാര്യം ഒരു നാടൻ റഫു പരുക്കനായ അപ്പച്ചനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം അച്ഛൻ വീണ്ടും അമ്മച്ചിനെ വിളിച്ചു. അമ്മച്ചിയോട് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെയൊക്കെ, ചേട്ടന് ചേർത്തി പോകുന്ന സമയത്ത് ചോറ് വെക്കാനായിട്ട് അടുത്തുള്ള പണിക്കാരെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയാവുമോ എന്ന് ചോദിച്ചു. ചേട്ടൻ വേറെ അവൻ പറഞ്ഞു, ഇല്ലില്ല, എൻ്റെ ചേട്ടൻ അങ്ങനെയൊന്നും കഴിക്കുകയില്ല. എൻ്റെ ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, നീ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ചേട്ടൻ ഒരിക്കലും പിന്നെ വേറെ ഭക്ഷണം കഴിക്കുകയല്ല, നീ വെള്ളം കൊടുത്തില്ലെങ്കിൽ വേറെ വെള്ളം കുടിക്കുകയല്ല. അപ്പോൾ ചേട്ടൻ അത് ശരി ഇതുവരെ അങ്ങനെ വേറെ ആരും ഒറ്റ കാളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടില്ല, വെള്ളം വാങ്ങി കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിന്നെ അച്ഛൻ കുറച്ചും കൂടെ വിശദീകരിച്ച് കൊടുത്തു ചേട്ടൻ്റെ സ്നേഹത്തെക്കുറിച്ച്. ഉടനെ ചേട്ടത്തി പറയുകയാണേ, 12:30 ബസ്സിൻ്റെ സമയമല്ലോ, എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ വെച്ചാ. പിന്നെ ഒരിക്കലും അതിനൊരു സ്ഥലത്തേക്കും പോകാൻ തോന്നിയിട്ടില്ല. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈ ചേട്ടൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി അന്ന് തൊട്ട് പിന്നെ ഒരു വീട്ടിലേക്കും പോകാൻ തോന്നിയിട്ടില്ല ചേട്ടത്തി പിന്നെ 100 ഇരട്ടി കമ്മിറ്റ്മെൻ്റാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ചേട്ടത്തിനെ പോലെയാണ് ഈശോയുടെ അടുത്ത്. നമുക്ക് എത്ര നാൾ ഉലകം ചുറ്റി നടക്കാനും പറ്റില്ല. പള്ളി കയറുമ്പോൾ കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈശോയുടെ മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഈശോയുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കണില്ല. മണവാളനെ കാണാൻ മണവാട്ടി കയറുന്നത് പോലെ അല്ല നമ്മൾ കയറുന്നത്. നമ്മൾ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വരും, മണവാളൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ അല്ല നമ്മൾ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വരുന്നത്. നമ്മൾ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ മണവാളൻ്റെ പ്രേമലേഖനം വായിക്കുന്ന പോലെ അല്ല നമ്മൾ ബൈബിൾ എടുത്ത് വായിക്കുന്നത്. നമ്മൾ ബൈബിൾ എടുത്ത് വായിക്കുന്നത് നമ്മുടെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ബൈബിൾ എടുത്ത് വായിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മണവാളിനോട് മണവാട്ടി സംസാരിക്കുന്ന ആ ഒരു ഫീലിലല്ല നമ്മൾ സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയാണ്, വി ആർ കോൾഡ് ടു ബിലോങ് ടു ജീസസ്. യേശുവിൻ്റെ മണവാട്ടിയാകാൻ, യേശുവാകുന്ന മണവാളൻ്റെ മണവാട്ടിയാകാൻ, യേശുവിൻ്റെ സ്വന്തമാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ളൊരു വ്യക്തി, ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം എൻ്റെ പാപം മാറുന്നില്ല, എൻ്റെ കോപ സ്വഭാവം മാറുന്നില്ല, എൻ്റെ മദ്യപാനം മാറുന്നില്ല, എൻ്റെ മുഷ്ക് സ്വഭാവം മാറുന്നില്ല എന്നാണ് നമ്മുടെ വിഷയം. അത് മാറ്റാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹെബ്രായ ലേഖനത്തിൽ 9-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വചനത്തെ പഠിപ്പിക്കുകയാണ്, കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളെന്ന് എത്രയും അധികമായി വിശുദ്ധീകരിക്കുകയില്ല. ഒരു വ്യക്തി യേശുവിലേക്ക് വന്നാൽ ആ വ്യക്തിയുടെ അന്ധകരണത്തെ, ആ വ്യക്തിയുടെ മനസ്സിനെ, ചിന്തകളെ മുഴുവൻ നിർമ്മലമാക്കുന്നത് ഈശോയുടെ സ്നേഹമാണ്. ഈശോയുടെ കുരിശിലെ ബലിയിൽ ഈശോ ചിന്തി തിരുരക്തമാണ്. ഈശോയുടെ കുരിശിലെ ബലി തിരുരക്തമാണ്. ചെത്തി പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ ഓരോ പുകവലി നിർത്തുന്നു, മദ്യപാനം നിർത്തുന്നു, തെറിവാക്ക് നിർത്തുന്നു, അങ്ങനെ ഓരോന്നോരോ നിർത്തി അല്ല നമ്മൾ പുണ്യവാനായി തീരുന്നത്.
നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നതോടുകൂടിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവപിതാവിൻ്റെ സ്വന്തമായി മാറുന്നത്. യേശുവിനെ സ്വീകരിക്കുന്നതാണ് വിശുദ്ധിയുടെ തുടക്കം. യേശുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ചപ്പോൾ നമുക്ക് വലിയ തിയോളജിയും തിയറിയും ഒരു ആവശ്യമില്ല. ആ പാവപ്പെട്ട ആ തമിഴ് ചേർത്ത് ചെയ്ത എന്താ, യേശുവേ ഇത്ര ഒന്ന് വിളിച്ചാൽ മതി, യേശുവേ ഒന്ന് വിളിച്ചാൽ മതി. അപ്പത്തോടെ യേശുവിൻ്റെ പ്രകടമായ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ തുടങ്ങും.